പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടായ കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 51 വരെയുള്ള വചനമാണ് ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിൻ്റെ ജീവൻ്റെ അപ്പമായ വചനം. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയെ നമുക്ക് വിളിക്കാം. പുത്രൻ ബലിയർപ്പിക്കുമ്പോൾ ബലിപീഠത്തിൻ്റെ അരികിൽ നിൽക്കുന്നത് യേശുവിൻ്റെ അമ്മയാണ്. ഓരോ ബലിപീഠത്തിൻ്റെ അരികിലും യേശുനാഥൻ്റെ അമ്മ നിൽപ്പുണ്ട്. വരുന്ന ജനങ്ങൾക്കും മക്കൾക്കും വേണ്ടി പുത്രൻ്റെ ബലിയോടും കാസയോടും വിലാസയോടും അവരെ ചേർത്ത് പിടിച്ച് സ്നേഹം പങ്കിടുവാൻ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം ചാദിച്ച് ബലിപീഠത്തിനരികിൽ നിന്നും പ്രാർത്ഥിക്കുന്ന ഒരമ്മയാണ്. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് ഞങ്ങളോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനം ശ്രവിക്കാം. 25-ാം വാക്യം. യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു. യേശു ഇന്നലെ നമ്മൾ കണ്ട് അതിൻ്റെ ബാക്കി ഭാഗമാണെന്ന്. യേശു നേരെ അവിടെ നിന്ന് മല കയറിപ്പോയി കഴിഞ്ഞിട്ടേക്ക്. കാരണം അവനെ രാജാവാക്കാൻ പോയി. അപ്പോൾ യേശു അതിന് നിന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം യേശു കടലിൻ്റെ മറുകരയിൽ ആ ജനം മുഴുവനും കണ്ടെത്തി. അപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശുവിനെ വിളിക്കുകയാണ് റബ്ബി, ഗുരു എന്നർത്ഥം. അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? അവർ ചോദിക്കണ ചോദ്യം യേശുവിനെ ഒറ്റ ആ വാക്കിൽ നിന്നും അവരുടെ ഉള്ള് എന്താണെന്ന് യേശു കണ്ടുപിടിച്ചു. ഹല്ലേലൂയ. യേശു പ്രതിവചിച്ചു. സത്യം സത്യമായി യേശു അവിടെ ഇവരെ നോക്കിയിട്ട് പറയുകയാണ്. സത്യം ചെയ്യേണ്ട യേശുനാഥൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തി കൊണ്ടുവന്നാണ് അപ്പം ഭക്ഷിച്ച് തൃപ്തി കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. യേശുനാഥൻ അപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട്. 5000 പേർക്ക് അപ്പം കൊടുത്ത് അതിൻ്റെ രുചിയും ടേസ്റ്റൊക്കെ കറന്ന് മനസ്സിലാക്കിയപ്പോൾ അപ്പവും മീൻ തിന്നപ്പോഴത്തേനും പിടിച്ച് രാജാവാക്കാൻ കരുതി. അപ്പോൾ യേശു അവിടെ പറയുന്നത്, അപ്പം തിന്ന് തൃപ്തിയായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കില്ലായിരുന്നു. ഇന്നലെ ഞാൻ ആ അപ്പം നമ്മൾ വായിച്ചല്ലേ, അത് കൊടുത്തില്ലെങ്കിൽ ഇന്ന് ഒറ്റ ആളും എൻ്റെ അടുത്ത് വരില്ലായിരുന്നു. അത് തിന്നതിൻ്റെ രുചി കണ്ട് അവരെല്ലാവരും ഓടി വന്നിരിക്കണം. അപ്പോൾ യേശു സത്യം ചെയ്ത് പറയുകയാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് വയറ് നിറച്ചത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അടുത്ത വചനം. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ. നശ്വരമായ അപ്പമാണ് ഐശ്വര്യമാണ്. നശ്വരമായ അപ്പം അവരുടെ ശരീരത്തെ പറ്റിയാണ് ഈ പറയണത്. യേശുവിൻ്റെ ശരീരത്തെപ്പറ്റി അപ്പമാക്കി മാറ്റിയിരിക്കുന്നത്. അത് ഇന്നലെ ഭക്ഷിച്ചത് മുഴുവൻ യേശുവിൻ്റെ ശരീരമാണ്. 5000 പേരും ഭക്ഷിച്ചത്. ഈ 6-ാം അധ്യായം മുഴുവനും അപ്പത്തെ പറ്റിയാണ്. മുഴുവൻ യേശുവിൻ്റെ ശരീരത്തെ പറ്റിയാണ്. കുർബാനയാണ്, മുഴുവനും കുർബാനയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം. ഒരു കാര്യം ഞാൻ ഓർക്കണം. ഒരിക്കലും
പനക്കലച്ചൻ പറഞ്ഞത് ഇങ്ങനെയാണ്. എങ്ങനെയെന്നോ, ഒരു ബന്ധക്കോസുകാരൻ വന്നിട്ട് അവനാദ്യം റോമൻ കത്തോലിക്കായിരുന്നു, പിന്നെ അവൻ ബന്ധക്കോസിലേക്ക് പോയി. അപ്പോൾ അവൻ അച്ഛനോട് വന്നുകൊണ്ട് പറഞ്ഞു, അച്ഛൻ ഞാൻ ബന്ധക്കോസിലാണ്, അപ്പം കുർബാനയെ പറ്റി ഒന്ന് എനിക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നീ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം വായിച്ചിട്ടില്ലേ? അത് മുഴുവൻ കുർബാനയാണല്ലോ. അപ്പോൾ അവൻ പറയണത്, ആ പേജ് ഞങ്ങളുടെ ബൈബിളിലില്ല, അതവർ കീറി കളഞ്ഞേക്ക്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അവരിലില്ല, കാരണം അവർക്ക് കുർബാനയില്ല. അച്ഛൻ മന്ദം വിട്ടുപോയി. അത് ഇല്ല, അപ്പോൾ ഇല്ല, അത് ചിലതുണ്ട്, പക്ഷേ മുഴുവനും ഇല്ലെന്ന് പറഞ്ഞു. കുർബാനയുടെ ഭാഗങ്ങളൊക്കെ മൊത്തം അവർ കട്ട് ചെയ്ത് നിൽക്കുന്നു. അച്ഛൻ പറഞ്ഞു, അത് മുഴുവനും വായിക്കണം, നീ റോമൻ കത്തോലിക്കേണ്ട ബൈബിൾ വായിച്ചിട്ട് 6-ാമത്തെ എടുത്തിട്ട് വായിച്ചു നോക്കാൻ പറഞ്ഞു. അന്ന് മതി. മുഴുവൻ എഴുതിയേക്കുന്നത് യേശുവിൻ്റെ ശരീരത്തെ പറ്റിയാണ്. ഇവിടെ 25-ാം വാക്യം മുതൽ 51 വരെ നമ്മൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ ശരീരമായ അപ്പത്തെപ്പറ്റി 15 പ്രാവശ്യം പറയുന്നുണ്ട്. 25 മുതൽ 51 വരെ വായിക്കുമ്പോൾ എണ്ണി നോക്കിക്കോളൂ, 15 സ്ഥലത്ത് അപ്പം അപ്പം എന്ന് പറയുന്നുണ്ട്. ഞാൻ തരുന്ന അപ്പം എൻ്റെ ശരീരമാണെന്ന് ലാസ്റ്റിൽ അവിടെയും പറയുന്നുണ്ട്. ഞാൻ തരുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അടുത്ത വചനം, മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അപ്പത്തിനായി വേണ്ടി അധ്വാനിക്കുവിൻ. മനുഷ്യപുത്രൻ തരുന്ന അപ്പം, നമ്മുടെ കുർബാനയാണത്. യേശുവിൻ്റെ അപ്പം നമ്മൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ, ശരീരം, അത് നിത്യജീവനാണ്. ജീവൻ നിലനിർത്തും. നമ്മൾ ദിവസവും കുർബാന ഭക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബജീവിതത്തിൽ പൈശാചിക ശക്തികൾ കയറി വരില്ല. പക്ഷെ അവിടെ വരും. ഏതെങ്കിലും ഒരു വ്യക്തി ആഴ്ചയിൽ മാത്രം പള്ളി പോകുന്നുണ്ടെങ്കിൽ അവനിലൂടെ ഇവൻ കയറി വന്നിട്ട് ഇദ്ദേഹത്തിന് കിട്ടിയ കൃപ നഷ്ടപ്പെടുത്താൻ അവനിലൂടെ കുറ്റം വിധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവൻ്റെ കൃപ നഷ്ടപ്പെടുത്തും. യേശുനാഥൻ്റെ ശരീരവും രക്തവും ഇന്ന് രാവിലെ 7 മണിക്ക് നമ്മൾ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ 7 മണി വരെ അതിൻ്റെ പവർ നമ്മുടെ ഹൃദയത്തിലും ആത്മാവിലും ജ്വലിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അത് നഷ്ടപ്പെടുത്താൻ ദുഷ്ടനായ സാത്താൻ കുടുംബത്തിൽ തന്നെ മറ്റൊരു വ്യക്തിയിലൂടെ നമ്മളിലേക്ക് കടന്നു വരും. ഇല്ലെങ്കിൽ ദിവസവും കുർബാന അർപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് 24 മണിക്കൂറും കർത്താവിൻ്റെ ശരീരത്തിൻ്റെ പവർ അവൻ്റെ ശരീരത്തിലുണ്ടാവും, അവൻ്റെ അധരങ്ങളിലുണ്ടാവും, അവൻ്റെ ഹൃദയത്തിലുണ്ടാവും, അവൻ്റെ ആത്മാവ് ജ്വലിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ആ കൃപ നഷ്ടപ്പെടുത്താൻ സാത്താൻ വേറൊരു വഴി ആ കുടുംബത്തിൽ തന്നെ തുറക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവപുത്രൻ പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ദൈവപുത്രനായിട്ട് ജീവിക്കണമെങ്കിൽ, ദൈവത്തോടുകൂടി പുത്രനായ യേശുവിൻ്റെ കൂടെ അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശുവിനോട് യഹൂദ പടയാളികൾ ചോദിക്കുന്നു. ഹല്ലേലൂയ. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഗീതമനുസരിച്ച് പ്രവർത്തിക്കുക. ദൈവഗീതമനുസരിച്ച് പ്രവർത്തിക്കുക. അവിടെ നിന്ന് അയച്ചവരിൽ വിശ്വസിക്കുക. 2 വാക്കാണ് യേശു പറയുന്നത്. എന്താണ് പറയുന്നത്? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഗീതമനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവരിൽ വിശ്വസിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ടു, നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്ത് അടയാളമാണ് നീ ചെയ്യുക? ഹല്ലേലൂയ, യേശുവേ നന്ദി. എന്ത് അടയാളമാണ് ഞങ്ങൾക്ക് നീ ചെയ്യുക?
എന്താണ് നീ പ്രവർത്തിക്കുക? അവർ തന്നെ ചോദിക്കണം, എന്ത് അടയാളമാണ് നീ ചെയ്യുക? എന്ത് നീ ഞങ്ങളിൽ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്നും അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ യേശു പറയുന്നു. അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്നും അപ്പം കൊടുത്ത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. അവിടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ചിട്ട് മന്ന ഇറക്കി കൊടുത്തു പിതാവായ ദൈവം രക്ഷിക്കാൻ. അത് ഭക്ഷിച്ചു. അടുത്ത് പറയണ യേശു പറഞ്ഞു, സത്യം സത്യമായി, വീണ്ടും യേശു പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നും അപ്പം തന്നത്. പിന്നെ ആരാണത്? സ്വർഗീയ പിതാവാണ്. ഇന്നലെ നമ്മൾ കണ്ടില്ലേ, യേശുനാഥൻ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് വലിയ സ്നേഹം തോന്നി. അവർക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും ആദ്യം കൊടുക്കണമെന്ന് യേശുവിന് തോന്നി. അങ്ങനെ ശിഷ്യന്മാർ, മനുഷ്യർ പറഞ്ഞ് എങ്ങനെ കൊടുക്കാനാണ്, 200 ദിനാറും ഉണ്ടെങ്കിൽ തന്നെ തികയില്ല. ഉടനെ അവിടെ ഒരു കുട്ടിയുടെ അടുത്ത് 3 അപ്പവും 2 മീനും ഉണ്ടെന്ന് പറഞ്ഞു. അത് കൊണ്ടുവരാൻ പറഞ്ഞു കർത്താവ്. അത് നേരെ എടുത്തിട്ട് പിതാവിലേക്ക് ഉയർത്തിയാണ്. പിതാവാണ് കൊടുത്തത് അപ്പം. പിതാവിലേക്ക് ഉയർത്തി ആശീർവദിച്ചു. ഉടനെ അതങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങി. 5000 പുരുഷന്മാർ ഭക്ഷിച്ചു, അതോടൊപ്പം സ്ത്രീകളും കുട്ടികളും. ബാക്കി വന്ന കഷ്ണങ്ങളെല്ലാം യേശു പറഞ്ഞ് കൊട്ടയിൽ ശേഖരിക്കുക. 12 കൊട്ട നിറയെ അപ്പം നിറഞ്ഞിരിക്കുകയായിരുന്നു ബാക്കി വന്നത്. അപ്പം എന്തുമാത്രം അപ്പം അവിടെ കർത്താവ് കൊടുത്തു നോക്കി. പിതാവ് പുത്രനെ മഹത്വപ്പെടാൻ വേണ്ടി. എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്നും നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. യേശു പറയും, സ്വർഗീയ പിതാവാണ് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. ഓരോ കുർബാനയിലും വരുന്ന തിരുവോസ്വരൂപനായ യേശുനാഥൻ്റെ അപ്പം അത് നമ്മെ ജീവിപ്പിക്കും, നമ്മെ വഴി നടത്തും. നമ്മുടെ ചില രോഗങ്ങളൊക്കെ യേശുവിൻ്റെ തിരിശരീരം ഭക്ഷിക്കുമ്പോൾ വിട്ടുപോകും. ചില ക്യാൻസർ രോഗങ്ങളൊക്കെ കരിഞ്ഞു പോകും. വിശ്വാസം വേണം. അത് ഭക്ഷിച്ചിട്ട് അവൻ്റെ ശരീരത്തോട് നമ്മുടെ ശരീരം ചേർത്ത് വയ്ക്കണം. മുട്ടുകുത്തിയിട്ട് ശിരസ് മുതൽ തൃപ്പാദം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ട് കണ്ണടച്ചിട്ട് നമ്മുടെ ശിരസ് മുതൽ യേശുനാഥൻ്റെ ശിരസ് വരെ ആ ശരീരത്തോട് അങ്ങോട്ട് ചേർത്ത് വെച്ച് നോക്കിയേ. ചില രോഗങ്ങളൊക്കെ കത്തിച്ചാരം വയ്ക്കും. പിശാച് അലറി കൂകി പോകും. നമ്മുടെ ശരീരത്തിന് ഒരുപാട് അവയവങ്ങളുണ്ട് അല്ലേ? ഒക്കത്തിനും പേരുകളുണ്ട്. കണ്ണ്, വായ, ചുണ്ട്, മൂക്ക്, കൈ, ഷോളർ, ഇതെല്ലാം യേശുവിനുണ്ട്. അതോട് ചേർത്ത് വയ്ക്കണം. യേശുവിൻ്റെ ശരീരം നാവിൽ സ്വീകരിച്ചിട്ട് മുട്ടുകൂത്തി നിന്നുണ്ട്. അതിറക്കാതെ നമ്മുടെ മനസ്സിൽ യേശുവിൻ്റെ ശിരസ് മുതൽ തൃപ്പാദം വരെ അങ്ങോട്ട് ചേർത്ത് 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 വയ്ക്കുമ്പോൾ ഈ ശരീരം പതുക്കെ പതുക്കെ നമ്മുടെ നാവിൽ നിന്ന് അഴുകി ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ രോഗപീഠകളെല്ലാം പമ്പടക്കും. ആത്മാവാണ് ജീവൻ നൽകുന്ന, ശരീരം വിവരിക്കുന്നുള്ള വചനവും നമ്മളിൽ നിറവേറും. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63 വാക്യം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും വിവരിക്കുന്നില്ല. അവൻ്റെ ശരീരം നാവി സ്വീകരിച്ചിട്ട് നേരെ ഭക്ഷിച്ചിട്ട് ആ കസേരമ കയറി ഇരുന്നിട്ട് കാര്യമില്ല. മുട്ടുകുത്തി നിൽക്കണം. അവിടെ മുട്ടുകുത്തി നിന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ശിരസ്, തലമുടി മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ ശരീരത്തോട് ചേർത്ത് വെച്ച് നോക്കിയേ. എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. രുചിച്ചറിയുക. അവൻ എത്ര നല്ലവനെന്ന് രുചിച്ചറിയണമെങ്കിൽ യേശുവിൻ്റെ ശരീരത്തോട് നമ്മുടെ ശരീരം ചേർത്ത് വയ്ക്കണം. ഒരു ഭാഗം പോലും വിടാൻ പാടില്ല. വിട്ടാൽ അവിടെ അവൻ കയറിയിരിക്കും. എന്നിട്ട് അവൻ അവിടെ വേണ്ടാത്ത രോഗങ്ങൾ കൊണ്ടുവന്ന് കുത്തിവയ്ക്കും. അപ്പോൾ യേശുവിൻ്റെ ശരീരത്തോട് നമ്മുടെ ശരീരത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ അവന് അതിനൊരു അവകാശമില്ല. അവൻ ഓടും. അവനവിടെ ഇരിക്കാൻ പറ്റില്ല. നാവിലാണേലും സ്വരത്തിലാണേലും
ആത്മാവിലാണെങ്കിലും ചിന്തയിലാണെങ്കിലും എല്ലാം യേശുനാഥൻ്റെ ചിന്തയിലോടും ബുദ്ധിയിലോടും ഓർമ്മയിലോടും ശരീരത്തോടും രക്തത്തോടും ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ കഴുകപ്പെടും, വിശദീകരിക്കപ്പെടും. ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ, ദിവസവും ചെയ്യണം കുർബാന അർപ്പിച്ച്. അത് നിൻ്റെ രോഗങ്ങളെയും നിൻ്റെ ക്ഷീണവും എല്ലാം മാറിപ്പോകും. കർത്താവിൻ്റെ ശരീരം ഔഷധമാണ്, നമ്മളെ രക്ഷിക്കും. ഹല്ലേലൂയ. അടുത്ത വചനം, അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. 34 വാക്യം. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എന്താ യേശു പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ ശരീരമാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത്, എൻ്റെ രക്തമാണ് നിങ്ങൾ നാവിൽ സ്വീകരിക്കുന്നത്. ആ ശരീരം നിങ്ങളെ രക്ഷിക്കും, നിങ്ങളെ സുഖപ്പെടുത്തും എന്ന് യേശുനാഥൻ പറയണതിൻ്റെ അർത്ഥം, വചനം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയുമില്ല. യേശുവിൻ്റെ അടുത്ത് വരണം, അവൻ ഒരിക്കലും വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. കുർബാനയാണ്. യേശുവിൻ്റെ കുർബാനേനെ ചിലവർ അവഗണിക്കുന്നുണ്ട് അല്ലേ, വചനം വിട്ടുപോകുന്നുണ്ട്. അതൊക്കെ കർത്താവിനെയാണ് ചെയ്യുന്നത്. കർത്താവ് എന്താ കൃത്യമായിട്ട് പറയണത് നോക്കി, എൻ്റെ അടുത്ത് വരുന്നവനെ ഒരിക്കലും വിശക്കുകയുമില്ല, ദാഹിക്കുകയുമില്ല. കാരണം അവൻ്റെ ശരീരം നമുക്ക് ജീവൻ നൽകുന്ന ശരീരമാണ്. അത് നമ്മൾ വിശ്വസിച്ചിട്ട് അവൻ്റെ ശരീരം ഭക്തിയോടെ ഭക്ഷിച്ചിട്ട് അവിടെ കസേര കയറി ഇരുന്നാൽ പോരാ. അത് കർത്താവിൻ്റെ ശരീരവും നമ്മുടെ ശരീരവുമായിട്ട് കൂട്ടി യോജിപ്പിക്കണം. അപ്പോഴാണ് അവിടെ അത് പ്രയോജനമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരികയുള്ളൂ. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം വന്ന് യേശുവിൻ്റെ ശരീരം ഭക്ഷിച്ച് ചേർത്ത് നിൽക്കുന്നില്ല, അവൻ അവിടെ പോകില്ല, അവിടെ നിന്ന് പോകില്ല. ഈ പിശാച് ശരീരത്തിൽ കയറിയിരുന്നിട്ടുണ്ടെങ്കിൽ കുത്തിവയ്ക്കുന്ന മരുന്ന് അവൻ വലിച്ചെടുക്കും. പിന്നെ അങ്ങനെ രോഗം മാറും, രോഗം ഒന്നും കൂടെ മൂർച്ച കൂടും, അവനെ വേറെ രോഗത്തിലേക്ക് കൊണ്ടുപോയി. അതാണ് അവൻ്റെ പണി. പക്ഷേ യേശുവിൻ്റെ ശരീരം നമ്മളെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് ആ ശരീരത്തോട്, യേശുനാഥൻ്റെ ശരീരത്തോട് നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ അവിടെ രോഗങ്ങൾ വിട്ടുപോകും. യേശുവെ നന്ദി, യേശുവെ ആരാധന. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. കണ്ട യേശു പറയണ എന്താണ്? എന്നെ കണ്ടിട്ടും കേട്ടിട്ടും പറഞ്ഞിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. മറ്റൊരു വ്യക്തിയിലൂടെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല, എന്തുട്ടാ അങ്ങനെ പറഞ്ഞ് പോണ വ്യക്തിയുണ്ടല്ല, ഇതിൻ്റെയൊക്കെ രോഗങ്ങളുമില്ല, അങ്ങോട്ട് കയറി പിടിക്കും, ഞണ്ട് കയറി പിടിക്കണ പോലെ അങ്ങോട്ട് വിടില്ല, കൊത്തിക്കൊണ്ടിരിക്കും. അവനങ്ങോട്ട് കാർന്ന് തിന്നുകൊണ്ടേയിരിക്കും, വിട്ടുപോകില്ല, വിശ്വസിക്കുന്നില്ല. കർത്താവ് നേരെ പറയാണ്, ഒരു ദാക്ഷിണ്യവും ഇല്ല കർത്താവിൻ്റെ. കണ്ട, കർത്താവ് മുഖം നോക്കാണ്ട് അവിടെ നിന്ന് തുറന്നു പറയും, എന്തെന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. കണ്ടിട്ടും വിശ്വസിക്കുന്നുണ്ടോ? കുർബാന കണ്ടിട്ട് വിശ്വസിക്കുന്നുണ്ടോ? അവൻ്റെ ശരീരം നാവി സ്വീകരിച്ചിട്ടും വിശ്വസിക്കുന്നുണ്ടോ? എന്ത് വിശ്വസിക്കുന്നുണ്ട്? യേശുവിൻ്റെ ശരീരം നാവി സ്വീകരിച്ചിട്ട് കസേരം എഴുതുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയല്ലേ, നോക്കുകുത്തികളെ പോലെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ പോണത്. അവൻ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുഖത്തേക്ക്, അവൾ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ മുഖത്തേക്ക്, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. ഒരച്ഛൻ ഇന്നാൾ പറഞ്ഞു, എന്താ പറഞ്ഞതെന്ന് അറിയാമോ? യേശുവിൻ്റെ ശരീരം ഭക്ഷിച്ചിട്ട് നിങ്ങൾ അവിടെ ഇരുന്നുണ്ട് ഈ പെൺപിള്ളേരുടെ മുഖത്തേക്ക് നോക്കിയിരിക്കണം എന്താണെന്ന് ചോദിച്ചു. തുറന്നടിച്ച അച്ഛൻ പറഞ്ഞാണ്. അച്ഛന് മനസ്സിലായി, കുർബാന കാണാനല്ല ഇവർ വന്നത്, ഒരാളെ ബോധിപ്പിക്കാൻ. ക്രിസ്ത്യാനിയായി ജനിച്ചു പോയതുകൊണ്ട് വരെയാണ്, ജനിച്ചു പോയി ക്രിസ്ത്യാനിയായതുകൊണ്ടാണ് ആ പള്ളിയിൽ വരേണ്ടത് അല്ല. അവൻ്റെ ശരീരം, രക്തവും ശരീരവും ഭക്ഷിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. നമ്മുടെ കണ്ണ്, എന്താണ് കർത്താവ് പറയണത്? നിന്റെ കണ്ണ് ദുഷിച്ചതാണെങ്കിൽ അത് തുറന്നെടുത്ത് കളയണം, കത്തി കൊണ്ട് കുത്തി തുളന്ന് ദൂരെ കളയാം. എൻ്റെ കൈ പാവകരമായി വെട്ടി ദൂരെ കളയാം. എന്താണ് കർത്താവ് ഭയങ്കര
കോപിച്ചാണ് പറയണത്. വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയണത്. കർത്താവ് എന്താണെന്ന് ഒന്നും അറിയാത്ത ഒരു വ്യക്തിനെ പോലെ കർത്താവിനെ എന്താ ഒരു എനിക്ക് 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 മനസ്സിലാവില്ല നിങ്ങൾ എന്താണ് ഈ ചെയ്യണമെന്നുള്ളത്. കർത്താവിനെ എന്തായിട്ടാണ് ഭയം വേണ്ടേ കർത്താവിൻ്റെ? കർത്താവ് നീ കാണുന്നുണ്ടല്ലോ, നീ അറിയുന്നുണ്ടല്ലോ എന്നുള്ള ഒരു പേടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മൾ ശുദ്ധീകരിക്കും. പാവക്കറകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറാൻ നോക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് അല്ല, പിതാവ് എനിക്ക് നൽകുന്നവരെ എല്ലാം എൻ്റെ അടുത്ത് വരും. കണ്ടോ, പിതാവാണ് നമ്മളെല്ലാം ഈ ബലിപീഠത്തോട് ചേർത്ത് വയ്ക്കുന്നത്. അപ്പോൾ അവിടെ പുത്രൻ ബലിയർപ്പിച്ച് അവൻ്റെ ശരീരവും രക്തവും നമുക്ക് തരുമ്പോൾ നമ്മുടെ പാപകരമായ ശരീരം അവനെ ഏറ്റെടുക്കും. എന്നിട്ട് അവൻ്റെ ശരീരവും രക്തവും നമുക്ക് തരും. അത് നമുക്ക് നിത്യജീവനാണ്. അത് സമർപ്പിക്കുമ്പോഴേ കിട്ടുള്ളൂ. സമർപ്പിക്കാത്ത വ്യക്തിക്ക് കിട്ടില്ല. തിയേറ്ററിൽ പോയി സിനിമ കണ്ടുകൊണ്ട് വന്ന പവറേ അവനുണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. സമർപ്പണം വേണം. ജപമാല ചൊല്ലുമ്പോൾ സമർപ്പണം വേണം. കുർബാന ചൊല്ലുമ്പോൾ സമർപ്പണം വേണം. കർത്താവിൻ്റെ ഏത് പ്രവൃത്തികൾ ചെയ്യുമ്പോഴും സമർപ്പണമില്ലാത്ത വ്യക്തി തിയേറ്ററിൽ പോയി സിനിമ കണ്ട് പുറത്തോട്ട് വരുന്ന ഗുണമേ അവന് ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല. പിതാവ് കൊടുക്കുന്ന ഒരാളെയും അവൻ തള്ളിക്കളയില്ല. യേശുവിനോട് നമുക്ക് പറയാൻ പറ്റും, നിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നുണ്ട്, ഞാൻ ദിവസവും കുർബാന കാണുന്നുണ്ട്, എന്നിട്ട് എനിക്ക് ഈ രോഗം വരാനുള്ള കാരണം എന്താണ് കർത്താവേ എന്ന് നീ ചോദിക്കണമെങ്കിൽ കർത്താവുമായിട്ടൊരു ബന്ധം വേണം. കർത്താവുമായിട്ട് ഒരു ബന്ധം വേണം. ബന്ധമില്ലെങ്കിൽ അത് ചോദിക്കാൻ പറ്റുമോ? നമുക്ക് ചോദിക്കാൻ പറ്റില്ല. കർത്താവ് ആര്, നമ്മളാര്? അങ്ങനെ പറഞ്ഞിട്ട് അവിടെ പുറത്തോട്ട് പോകും. ഞാൻ ഒരിക്കലും തള്ളിക്കളയുമില്ല. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നതും എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. എന്താ പുത്രൻ വന്നാക്കണ എന്തിനാ ഭൂമിയിലേക്ക്? സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ ആഗ്രഹം നിറവേറ്റാനാണ് പുത്രനായ യേശു നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ബലിയിലൂടെ, കുർബാനയിലൂടെ അവൻ്റെ ശരീരവും രക്തവും നമുക്ക് തരുന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാണ്. പിതാവ് അംഗീകരിക്കാതെ ആർക്കും കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാനും സാധ്യമല്ല. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. കർത്താവ് പറയണുണ്ടോ, ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടാതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അതാണ് പുത്രൻ്റെ ആഗ്രഹം പിതാവിന് നിറവേറ്റുന്നത്. അപ്പം നമ്മൾ പുത്രനോട് ചേർന്നിരിക്കണം. കുർബാനയായാലും അവൻ്റെ അമ്മയുടെ ജമാലയായാലും നമ്മൾ ചേർന്നിരിക്കുമ്പോഴേ അതൊക്കെ കിട്ടുള്ളൂ. കുർബാന അർപ്പിച്ചത് വന്നുകൊണ്ട് നുണക്കഥകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആര് കയറും? നുണക്കഥകളും നുണ സിനിമകളും നുണ സീരിയലും കണ്ടിട്ടുണ്ടെങ്കിൽ ആരാണ് കയറണതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പം നിങ്ങൾ തന്നെ പറയണം, ഞാൻ തന്നെയാണ് ഈ രോഗത്തിന് കാരണക്കാരി, അപ്പം ഞാനിത് സഹിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് കട്ടിലേ കിടന്നുകൊണ്ട് കരയുക. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാരോ അവന് നിത്യജീവനുണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. കണ്ടാ, നിത്യജീവനുണ്ടാകണമെന്നാണ് പിതാവിൻ്റെ ഇഷ്ടം. അത് പുത്രൻ നിറവേറ്റിയാണ്. നമ്മളൊക്കെ എന്തുമാത്രം പാപം ചെയ്യുന്നുണ്ടല്ലോ, ആ പാപം നമുക്ക് മോചനം തരുന്നത് പുത്രൻ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയാണ്. പിതാവിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. പക്ഷെ നമുക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാൻ പറ്റില്ല. അതിനാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുന്നു എന്നുള്ള സ്വരം കേൾക്കാനുള്ള കാരണം അവനിലൂടെ നമുക്ക് പാപമോചനമുണ്ട്, അവനിലൂടെ നമുക്ക് രക്ഷയുണ്ട്, അവനിലൂടെ നമുക്ക് രോഗപീഠകളെ രക്ഷിക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിന് രക്ഷിക്കാൻ പറ്റും. കർത്താവിന് ഒന്നും അസാധ്യമായിട്ടില്ല. എല്ലാം സാധ്യമാക്കുന്നവനാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അതല്ലയോ, അവന് നിത്യജീവനുണ്ടാകണം, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറണം. അതാണ് അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. യേശുനാഥൻ പറയണം, അവനോട് കൂടെ ചേർന്നിരിക്കുന്നവനെ അവസാന ദിനത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കുകയും ചെയ്യും. അവൻ്റെ കൂടെ ആയിരിക്കും. അവൻ എവിടെയെല്ലാം പോകുന്നുണ്ട്
അവൻ്റെ കൂടെ അവൻ്റെ ആത്മാവും ഉണ്ടാവും. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. വീണ്ടും പറയുന്നത് എന്താ? സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാൽ, ഹല്ലേലൂയ, അന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. കാരണം യഹൂദര് നിൽക്കുമ്പോൾ യേശുനാഥൻ നിന്നിട്ട് സംസാരിക്കുക, തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ അവരെ പോലെ തന്നെ ഒരു മനുഷ്യൻ ഇവൻ എങ്ങനെയാണ് ഇവൻ്റെ ശരീരം നമുക്ക് ഭക്ഷിക്കാൻ തന്നെ, ഇവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണെന്നൊക്കെ ഇവൻ പറയണത് എന്തർത്ഥത്തിലാണെന്നുള്ള ഒരു പിറുപിറുപ്പ് അവിടെ നടക്കുന്നുണ്ട്. അവർ പറഞ്ഞു, ഇവൻ ജോസഫിൻ്റെ മകനായ യേശുവല്ലേ? ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്ക് അറിഞ്ഞുകൂടെ? അവർ കാണുന്നത് എന്താണ്? കാർപ്പൻ്ററായ ജോസഫിൻ്റെ മകൻ, മറിയത്തിൻ്റെ മകൻ. അതാണ് യേശുവിന് ആ നാട്ടിൽ വിലയില്ലാതെ പോയത്. ഹല്ലേലൂയ. പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ജീവൻ്റെ അപ്പം എന്ന് ഇവൻ പറയുന്നത്? അവർ ചോദിക്കുന്നുണ്ട്. ഓരോ കുറ്റം യേശുനാഥനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. യേശു അപ്പോൾ അവർ ചെവിട്ടിയിൽ പറയപ്പോൾ അതൊക്കെ പതുക്കിനെ പറയണം. പക്ഷേ യേശു അത് കാണുന്നുണ്ട്. യേശു അതറിഞ്ഞു. യേശു ഉടനെ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് പരസ്പരം പിറുപിറുക്കുന്നത്? എന്നെ അയച്ച പിതാവ് ആകർഷിച്ചതല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. എൻ്റെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് അയച്ചതല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചതല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും അവരെല്ലാവരും ദൈവത്തിൽ പഠിപ്പിക്കപ്പെട്ടവരാകുകയും ചെയ്യും. അന്ത്യദിനത്തിൽ അവിടെ ഉയർപ്പിക്കുമെന്നാണ് യേശുനാഥൻ ഉറപ്പിച്ച് വാക്കുകൊടുക്കണം മക്കൾക്ക്. പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പിതാവിൽ നിന്നും ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. വചനത്തിൽ വായിച്ച് വചനം ഉൾക്കൊണ്ട് വചനം കാണിക്കുമ്പോൾ അവർ നേരെ എവിടേക്ക് വരും? യേശുനാഥൻ്റെ അടുത്തേക്ക് വരും. കുർബാനയിലേക്ക് കടന്നു വരും, ആരാധനയിലേക്ക് കടന്നു വരും, സ്തുതിപ്പിലേക്ക് കടന്നു വരും, ജപമാലയിലേക്ക് കടന്നു വരും, വിശ്വാസ പ്രമാണത്തിലേക്ക് കടന്നു വരും, കരുണക്കൊന്തയിലേക്ക് കടന്നു വരും. ഇതെല്ലാം പുത്രനെ മഹത്വപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് കർത്താവ് നമ്മളെ അന്വേഷിച്ച് വരുന്നത്. കർത്താവ് നമ്മളെ കൈവിടില്ല. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടാ ചോദിക്കണ പുത്രൻ ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിതാവിനെ കാണാനും പറ്റില്ല. പിതാവിനെ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം പുത്രനെ നമുക്ക് തന്നിരിക്കുകയാണ്. പുത്രൻ വഴിയാണ് പിതാവിലേക്ക് പോകുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പിതാവ് നമ്മളെ അറിയുന്നു, നമ്മളെ പുത്രനിലേക്ക് അടുപ്പിക്കുന്നു. അത് പിതാവ് ചെയ്യുന്നുണ്ട്. നമ്മൾ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പിതാവ് നമ്മളെ കാണുന്നുണ്ട്. പിതാവ് നമ്മളെ നേരെ പുത്രൻ്റെ അടുക്കിലേക്ക് വിടുന്നു. പുത്രൻ നമ്മളെ വഴി നടത്തുന്നു. പുത്രൻ നമുക്ക് വേണ്ടി കുമ്പസാരം തരുന്നു, കുർബാന തരുന്നു, തിരുവോസ്വരൂപനായ യേശുവിനെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുന്നു, അവനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്നാലും ഇതിനർത്ഥം ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. കണ്ട, പിതാവിനെ കാണുന്നവൻ, ഇതെല്ലാം നമ്മൾ ചെയ്ത് കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോഴത്തേനും പിതാവിനെ കാണും. എങ്ങനെ കാണും? പുത്രനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിതാവിനെ കാണുന്നവൻ പുത്രനെ കാണുന്നു. ഹല്ലേലൂയ. സത്യം സത്യമായി, വീണ്ടും യേശു പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാണ്. വീണ്ടും യേശു പറയുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാണ്. ഒരു മനുഷ്യൻ കുർബാന ഭക്ഷിക്കുന്നത് അവൻ്റെ ജീവനാണ്. ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. മന്ന കൊടുത്തതാരാണ്? പിതാവായ ദൈവം മന്ന ഭക്ഷിച്ചു എങ്കിലും കേട്ടാ മന്ന ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു. എങ്കിലും അവർ മരിച്ചു. അവർ പിതാവ് കൊടുത്ത മന്നയാണ്, അത് അവർ ഭക്ഷിച്ച് അവർ മരിച്ചുപോയി. എല്ലാവരും മരിച്ചുപോയി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇതാകട്ടെ
മനുഷ്യൻ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. കർത്താവ് പറയണം, ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന എൻ്റെ ശരീരവും എൻ്റെ രക്തമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അതെന്താ നീ ഇങ്ങനെ പറയണേ, എങ്ങനെ മരിക്കുകയില്ലെന്നാണ്? ഈ ഒരു ജീവിതമല്ല, ഇനിയൊരു ജീവിതം നമുക്കുണ്ട്, ആത്മാവ്. അതാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്നും ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. യേശു പറയണം, എന്നേക്കും ഈ അപ്പത്തിൽ നിന്നും ഭക്ഷിച്ചാൽ എന്നേക്കും ജീവിക്കും. വിശുദ്ധിയില്ലാതെ ഭക്ഷിച്ചാലോ എന്താ വരണേന്ന് നിങ്ങളിതൊക്കെ തന്നെ അറിയാലേ. 1 കൊരിന്തോസ് 11, 25, 26, 27, 28 വചനം എടുത്ത് വായിച്ചു നോക്കണം. ഈ അപ്പം ഭക്ഷിച്ചാൽ നമ്മൾ വിചാരിക്കും ഒരു കുഴപ്പമില്ലെന്ന്, പക്ഷേ അവിടെ മരണം വരെ സംഭവിക്കും. രോഗത്താൽ വലഞ്ഞ് മരണം സംഭവിക്കും. പാപമുണ്ടെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. യോഗ്യതയില്ലാണ്ട് യേശുവിൻ്റെ ശരീരം ഭക്ഷിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് 1 കൊരിന്തോസ് 11, 24, 25, 26, 27, 30 വരെയാണ് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പേടിച്ചു വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിച്ചോ. ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ അപ്പം ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ശരീരമാണ്. യേശു പറയുന്നു, ലോകത്തിലായിരിക്കുന്ന ഓരോ യേശുവെ ആരാധന. ഞാൻ നൽകുന്ന അപ്പം ശരീരവും രക്തന്റെ ശരീരമാണ്. അത് ഭക്ഷിക്കണം യോഗ്യതയോടെ. പാപമില്ലാത്തവൻ പാപമാക്കിയാണല്ലോ. അതിൽ നിന്ന് ഇറങ്ങി സുവിശേഷം അവനിൽ നിന്ന് ഇറങ്ങി 6-ാം അധ്യായം അവനെ വിട്ടു ഓടണം. അപ്പോഴാണ് നമുക്ക് രക്ഷയുള്ളത്. 25 പിതാവിനെ പുത്രൻ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഏറ്റിച്ചൊല്ലാം. നാം പൂജിതമാണമേ, രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ ഇപ്പമിലുമാണമേ. എൻ്റെ അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ നന്ദി. ഞങ്ങളുടെ തെറ്റുകളും പാവങ്ങളും ക്ഷമിക്കണമേ. ആരാധന. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിതമ്മയെ രാജ്യവും ശക്തിയും മഹത്വവും പുത്രൻ എൻ്റെ യേശു അപ്പൻ്റെതാകുന്നു. ഓരോ ശരീരമായി വചനം ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുകയും പുതിയൊരു വർഷത്തിലേക്ക് ഞങ്ങൾ കാലരന്ത്ര ജനങ്ങൾക്കും കർത്താവേ നിന്റെ വിലപിടുത്തോടും കാസയോടും പിന്നെ ശരീരവും രക്തവും ഞങ്ങളുടെ ആത്മാവിനെ ജ്വലിപ്പിക്കണമേ. അവരെ ചേർത്ത് പിടിച്ച് പിതാവിനെ നാമത്തിൽ മധ്യസ്ഥം ചാദിച്ച് ബലിപീഠത്തിനരികിൽ നിന്നും പ്രാർത്ഥിക്കും.